ഹലോ എവരിവൺ, ഏവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശിഷ് ഡു സംവാഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഉള്ള ചാപ്റ്റർ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പല നീറ്റ് എക്സാംസിനും 1 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. 1 to 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജി ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ ആരംഭിക്കുന്നത് എന്താണ് ഹോർമോൺസ് എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. ഹോർമോൺസ് 2 സെല്ലുകളുടെ ഇടയിലാണ് ആക്ട് ചെയ്യുന്നത്. ഏത് സെല്ലാണോ ഹോർമോണിനെ ഉണ്ടാക്കുന്നത് ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ സെൽ. ഏത് സെല്ലിലാണോ ഇത് ആക്ട് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ. സോ 2 സെല്ലുകളുടെ ഇടയിലുള്ള മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ സെല്ലുലാർ മെസ്സഞ്ചർ. ഇനി NCERT പറയുന്നത് അവർ നോൺ ന്യൂട്രിയൻ കെമിക്കൽ ആണെന്ന്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇവരെ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നോൺ ന്യൂട്രിയൻ കെമിക്കൽസ്, ദേ ആക്ട് ലൈക്ക് എ ഇന്റർസെല്ലുലാർ മെസ്സഞ്ചർ. ഇനി വളരെ ചെറിയ അളവിലേ ഉണ്ടാവത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനെ ട്രേസ് എമൗണ്ട് എന്ന് വിളിക്കുന്നു. സ്മോൾ എമൗണ്ട്, വളരെ ചെറിയ അളവിലേ ഉണ്ടാകത്തുള്ളൂ. 1 കിലോ 2 കിലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഹോർമോൺസ് നാനോഗ്രാമിലൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്തെന്ന് വിളിച്ചു? ട്രേസ് എമൗണ്ട് എന്ന് വിളിച്ചു. ദേ ആർ നോൺ ന്യൂട്രിയൻ, ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കെമിക്കൽസ് ആണ്, ചെറിയ അളവിലേ ഉണ്ടാകത്തുള്ളൂ. ട്രേസ് എമൗണ്ട്, ഇന്റർസെല്ലുലാർ മെസ്സഞ്ചർ. ഏത് 2 സെല്ലിന്റെ ഇടയിൽ? എൻഡോക്രൈൻ സെല്ലും അതേപോലെ തന്നെ ടാർഗറ്റ് സെല്ലും. ഇവർക്ക് ഡക്റ്റ് ഇല്ല. ഇപ്പൊ നമ്മൾ സലൈവ വായിലേക്ക് വരുന്ന സലിവറി ഗ്ലാൻഡിന് സലിവറി ഡക്റ്റിലൂടെയാണ്. അങ്ങനെ ഒരു ഡക്റ്റ് ഇവർക്കില്ല. ഇവര് ബ്ലഡിനെയാണ് മീഡിയം ആയിട്ട് എടുക്കുന്നത്. സോ ദേ യൂസ് ബ്ലഡ് സ്ട്രീം ആസ് എ മീഡിയം. ബ്ലഡ് ആണ് മീഡിയം. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഗ്ലാൻഡുകളാണ് ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റ് ഇല്ല. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആ ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഇനിയും നമ്മൾ ഹോർമോൺസിനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ്. ആൻഡ് പിറ്റ്യൂട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ്. 2 പേര് നമ്മൾ പഠിച്ചു. മാസ്റ്ററിന്റെ മാസ്റ്റർ ആരാണ്? ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. മാസ്റ്റർ ഗ്ലാൻഡ് ആരാണ്? പിറ്റ്യൂട്ടറി. എന്തുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്? ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യും. ആൻഡ് പിറ്റ്യൂട്ടറി അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യും. സോ അതുകൊണ്ട് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിച്ചു. പിറ്റ്യൂട്ടറിനെ ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഹൈപ്പോതലാമസിനെ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിച്ചു. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് പൊതുവെ റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോൺസും ആണ്. റിലീസിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്റ്റിമുലസ് കൊടുക്കും. സോ ദേ ഗീവ് എ പോസിറ്റീവ് സ്റ്റിമുലസ്. ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സ്റ്റിമുലസ് കൊടുക്കും. അങ്ങനെ 2 രീതിയിലുള്ള സ്റ്റിമുലസ് കൊടുക്കാൻ പറ്റും. ഇനി ഈ റിലീസിംഗ് ഹോർമോൺസും അതേപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺസും പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുന്നത് ഈ പോർട്ടൽ സർക്കുലേഷനിലൂടെയാണ്. ഈ പോർട്ടൽ സർക്കുലേഷൻ അവർ പ്രധാനമായിട്ട് എത്തുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് പ്രധാനമായിട്ടും എത്തുന്നത്. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ഡിവൈഡഡ് ഇൻടു 3. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് നമ്മളെ വളർച്ചയെ സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ. അതേപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺ അളവ് കുട്ടികളിൽ കൂടുമ്പോൾ വരുന്ന കണ്ടീഷനാണ് ജൈജാൻറ്റിസം. കുറയുമ്പോൾ വരുന്ന ഡാർഫിസം. അഡൽട്ടിൽ കൂടുമ്പോൾ വരുന്ന രോഗത്തിന്റെ പേരാണ് അക്രോമെഗലി. ഇതിൽ ഡെഡ്ലി ആയിട്ടുള്ളത് അക്രോമെഗലി. ദെൻ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ ഉണ്ട്, തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ ഉണ്ട്, ACTH ഉണ്ട്, അഡ്രിനോകോർട്ടിക്കോട്രോഫി ഹോർമോൺ ഉണ്ട്, LH ഉണ്ട്, FSH ഉണ്ട്. പാർസ് ഇന്റർമീഡിയറ്റ് ഒരേ ഒരു ഹോർമോൺ ഉണ്ടാക്കത്തുള്ളൂ. അതായത് മിഡിൽ പോർഷൻ, ഒരു കുഞ്ഞു ഭാഗമാണ് ഒരേ ഒരു ഹോർമോൺ ഉണ്ടാക്കത്തുള്ളൂ. അതിന്റെ പേരാണ് MSH, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്ററി ഹോർമോൺ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ട് ഹോർമോൺ ഉണ്ടാക്കത്തില്ല. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന 2 ഹോർമോൺസിനെ ഉണ്ടാക്കും. ഏതൊക്കെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന 2 ഹോർമോൺസ്? നേരത്തെ പറഞ്ഞ റിലീസിങ് ഇൻഹിബിറ്ററി അല്ല, വേറെ ഹോർമോൺസ് 2 ഓക്സിറ്റോസിന് ബർത്തിന് കാരണമുണ്ട്. യൂട്രസിൽ നിന്ന്, ഗർഭപാത്രമല്ലേ യൂട്രസ്. സോ ബർത്തിന് കാരണമാവുന്നുണ്ട് ബർത്ത് ഹോർമോൺ എന്നും. അമ്മയിൽ നിന്ന് മിൽക്കിനെ ഇജക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാസോപ്രസിൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്രീറ്റഡ് പ്രൊഡക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. വെള്ളത്തിനെ കൺസേർവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് കുറയുമ്പോൾ വരുന്ന രോഗത്തിന്റെ പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയബറ്റീസ് മെലീറ്റസ് എന്തുവാ? അത് വേറെ രോഗമാണ്. ഡയബറ്റീസ് മെലീറ്റസ് എന്ന് പറയുന്നത് ബ്ലഡിൽ ഷുഗർ കൂടുന്നതുകൊണ്ട് വരുന്ന രോഗമാണ്. ഡയബറ്റീസ് മെലീറ്റസ് ഉണ്ടാക്കാൻ നമ്മൾ ഇനി പഠിക്കും. ഏത് ഹോർമോണിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്? ഇൻസുലിന്റെ അളവ് കുറയുന്നതുകൊണ്ട് ബ്ലഡിൽ ഷുഗർ കൂടും. അപ്പൊ അത് ഡയബറ്റീസ് മെലീറ്റസ്, ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 3 പാർട്സ് ഉണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി,
പാർസ് ഇന്റർമീഡിയ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺസ്. അതേപോലെ തന്നെ പ്രൊലാക്റ്റിൻ, PRL പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺസ്, ACTH, LH, FSH. LH, FSH ഗൊണാഡ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ പാർസ് ഇന്റർമീഡിയ ഒരേ ഒരു ഹോർമോൺ ഉണ്ടാക്കത്തുള്ളൂ, MSH ഓർ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്ററി ഹോർമോൺ. ദെൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സോയ ഹോർമോൺ ഉണ്ടാക്കില്ല. അവർ ആരുണ്ടാക്കിയ ഹോർമോൺ റിലീസ് ചെയ്യും? ഓക്സിറ്റോസിനെയും വാസപ്രസിനെയും ഹൈപ്പോതലാമസ് ഉണ്ടാക്കിയത് റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിന്റെ ആക്സോണിലൂടെയാണ് ഈ രണ്ട് ഹോർമോൺസ് വരുന്നത്. ഏത് രണ്ട് ഹോർമോൺസ്? ഓക്സിറ്റോസിനും അതേപോലെ തന്നെ വാസപ്രസിനും. ഫൈൻ. ദെൻ പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. ഈ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങണം, രാവിലെ ആകുമ്പോൾ നമ്മൾ എണ്ണീറ്റിരിക്കണം. അത് കൺട്രോൾ ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. നമ്മുടെ 24 hour ഡേ നൈറ്റ് സൈക്കിൾ. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് ട്രക്കിയുടെ രണ്ട് സൈഡിലുള്ള ഇതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മൾ പീനിയൽ പറഞ്ഞു, ദിസ് ഇസ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രധാനമായിട്ട് രണ്ട് ഹോർമോൺസിനെ ഉണ്ടാക്കും, T3 and T4. T3 is tetraiodothyronine and T4 is T3 is triiodothyronine and T4 is tetraiodothyronine. Triiodothyronine, tetraiodothyronine. ദെൻ ഇവർ നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിന്റെ ഒക്കെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യും. അയഡിൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെ. ട്രൈഐഡോതൈറോണിന് ടെട്രൈഡോതൈറോണിൻ അല്ലേ, അപ്പൊ അയഡിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയഡിൻ കുറയുമ്പോഴത്തേന് ഹോർമോണിന്റെ അളവ് കുറയും. എന്നിട്ട് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അതിനെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ, സിമ്പിൾ ഗോയിറ്റർ. അപ്പൊ അതുവഴി ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ സ്റ്റണ്ട് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി മദർ ഹൈപ്പോതൈറോയിഡിക് ആണെങ്കിൽ കുട്ടിക്ക് വരുന്ന രോഗത്തിന്റെ പേരാണ് ക്രിറ്റിനിസം. അതായത് ക്രിറ്റിനിസം അമ്മ ഫീറ്റൽ ഗ്രോത്തിന് സമയത്ത് അമ്മ ഹൈപ്പോതൈറോയിഡിക് ആണെങ്കിൽ കുട്ടിക്ക് വരുന്ന രോഗമാണ് ക്രിറ്റിനിസം. ഓവർ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. കുറയുന്നത് ഹൈപ്പോ, കൂടുന്നത് ഹൈപ്പർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. തൈറോകാൽസിറ്റോണിൻ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കും. ഫൈൻ. ഇനിയും പാരതൈറോയ്ഡ്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഗ്ലാൻഡാണ് പാരതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരതൈറോയ്ഡ് ഗ്ലാൻഡ് 4 ഉണ്ട്. ഒരു സൈഡ് 2 വെച്ചിട്ട്, അപ്പൊ 2 + 2 4 ഉണ്ട്. പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേര് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരാണ് പാരത്ത് ഹോർമോൺ അല്ലെങ്കിൽ പാരതൈറോയ്ഡ് ഹോർമോൺ. പാരത്ത് ഹോർമോൺ എന്നും പേരുണ്ട്, പാരതൈറോയ്ഡ് ഹോർമോൺ എന്നും പേരുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവർ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് കൂട്ടും. ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് കൂട്ടും. എങ്ങനെ കൂട്ടും? അവര് ബോണിൽ നിന്നും അതേപോലെ തന്നെ റീനൽ നിറ കിഡ്നി, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നൊക്കെ കാൽസ്യത്തിനെ വലിച്ചെടുത്തിട്ട് ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് കൂട്ടും. ഇതില് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന്, ഇൻഡസ്റ്റൈനിൽ നിന്ന് ഇതിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ D3. ഇത് ഞാൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടെറ്റനി എന്ന് പറയുന്ന രോഗം പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സോ അതിനുള്ള ഉത്തരം ഇതാണ്. ദെൻ തൈമസ് ഗ്ലാൻഡ് നമ്മുടെ സ്റ്റേണം, ചെസ്റ്റ് ബോണ്ട് അവിടെയാണ് തൈമസ് ഗ്ലാൻഡ് വരുന്നത്. തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഈ തൈമോസിനാണ് T സെൽസിനെ അല്ലെങ്കിൽ T ലിംഫോസൈറ്റ്സിനെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഈ T സെൽസ് ആണെങ്കിൽ T സെൽസ് 2 രീതിയിലുണ്ട്. നമുക്ക് 2 രീതിയിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിക്കുന്നതാണ്. ഒന്നിന്റെ പേരാണ് T ഹെൽപ്പർ സെൽസ്. ബി സെൽസിനെ കൊണ്ട് എന്തിനെ ഉണ്ടാക്കും? ആന്റിബോഡിനെ ഉണ്ടാക്കും. അതേപോലെ തന്നെ T കില്ലർ സെൽസ് ഉണ്ട്, കില്ലർ T സെൽസ് ഉണ്ട്. കില്ലർ T സെൽസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ CMA തരും. അപ്പൊ 2 ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആന്റിബോഡി വരുന്ന ഇമ്മ്യൂണിറ്റിയും സെല്ല് വരുന്ന ഇമ്മ്യൂണിറ്റിയും, രണ്ടിനെയും കൺട്രോൾ ചെയ്യും. ദെൻ പ്രായം വെക്കുന്നതനുസരിച്ച് നശിച്ചു പോകുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ഡീജനറേറ്റീവ്, അതുകൊണ്ട് ഒരുപാട് പ്രായം ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി പറയുന്നതിന് ഒരു കാരണം എന്താണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന തൈമോസ് ഹെൽപ്പ് ചെയ്യുന്നത് T ലിംഫോസൈറ്റ്, തൈമസ് സെൻസിറ്റൈസ്ഡ് ലിംഫോസൈറ്റ്, അതാണ് T ലിംഫോസൈറ്റ് അല്ലെങ്കിൽ T സെൽസ്. T സെൽസ് 2 രീതിയിലുണ്ട്. T ഹെൽപ്പർ ബി സെൽസിനെ ഹെൽപ്പ് ചെയ്ത് ആന്റിബോഡി ഉണ്ടാക്കും. T കില്ലർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വരും. അപ്പം തൈമസ് പോയാൽ ഇമ്മ്യൂണിറ്റി കുറയും. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ആളാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കിഡ്നി അല്ലേ. സോ കിഡ്നിക്ക് തൊപ്പിട്ട പോലെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് വരുന്നത്. നമ്മൾ ഓർഗൻസിനെ പറ്റി പറയുന്ന സമയത്ത് ഔട്ടർ ആയിട്ടുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർട്ടക്സ്, ഇന്നർ ആയിട്ടുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല. ഇപ്പൊ കിഡ്നിയുടെ പുറത്തെന്താ? റീനൽ
കോർട്ടെക്സ്. ഉള്ളിൽ എന്താ? റീനൽ മെഡില. അതേപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ പുറത്തുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് അഡ്രിനൽ കോർട്ടെക്സ്, വിച്ച് ഈസ് ഔട്ട്സൈഡ്. ആൻഡ് ഉള്ളിലുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് അഡ്രിനൽ മെഡില, ഇൻസൈഡ്. ഇതില് ഇൻസൈഡിലാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരുന്നത്. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പലർക്കുള്ള കൺഫ്യൂഷൻ ആണ്. ഇവർ ഓപ്പോസിറ്റ് ആണ്. ഇവർ ഓപ്പോസിറ്റ് അല്ല, ഇവർക്ക് സെയിം ആക്ഷനാണ്, ഒരേ ആക്ഷനാണ്. സോ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കാറ്റക്ലാമിൻസ് എന്ന് വിളിക്കാറുണ്ട്. സോ ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു ആരെങ്കിലും നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇത് രണ്ടിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതിനുവേണ്ടി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടും. കണ്ണിന്റെ പ്യൂപ്പിൾ വലുതാ, അപ്പൊ ലൈറ്റ് നന്നായിട്ട് കാണാൻ പറ്റും. ഐസിന്റെ പ്യൂപ്പിൾ വലുതാ, അപ്പൊ കണ്ണിലേക്ക് ലൈറ്റ് എത്തും. ബ്ലഡ് ഷുഗർ കൂടും. ഇതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ലിംസിലേക്കുള്ള രക്തയോട്ടം കൂടും. അവിടെ രക്ഷപ്പെടാനോ തിരിച്ചാക്രമിക്കാനോ സഹായിക്കും. അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന 3 ഹോർമോൺസ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, അതിന് എക്സാമ്പിൾ ആണ് കോർട്ടിസോൾ. കോർട്ടിസോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടാണ്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഇവർക്ക് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ നമ്മള് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് കോർട്ടിസോളിനെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ പലപ്പോഴും മരുന്നുകളിലൊക്കെ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ എന്ന് കേട്ടിട്ടുള്ളത്, സ്റ്റിറോയിഡ് മെഡിസിൻ. ഈ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ സ്റ്റിറോയിഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഉദ്ദേശിക്കുന്ന കോർട്ടിസോൾ ആണ്. എപ്പോഴും കോർട്ടിസോൾ ആണെന്നല്ല, പൊതുവെ ഉദ്ദേശിക്കുന്നത് കോർട്ടിസോൾ. ഇമ്മ്യൂണോ സപ്രസൻ, ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. ദെൻ മിനറൽ കോർട്ടിക്കോയിഡ്സ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ക്രീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷനിൽ മിനറൽ കോർട്ടിക്കോയിഡ് ആയിട്ടുള്ള ആൽഡോസ്റ്ററോണെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, പ്രത്യേകിച്ച് Na+ന്റെ ബാലൻസ്, വാട്ടർ ബാലൻസ്, ബ്ലഡ് പ്രഷറിനെയൊക്കെ കൺട്രോൾ ചെയ്യും. സെക്സ് കോർട്ടിക്കോയിഡ്സ് അതിന് എക്സാമ്പിൾ ആണ് ആൻഡ്രജൻസ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ഹെയർ ഗ്രോത്ത് പോലുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യും. സോ ദർ ആർ 3 കോർട്ടിക്കോയിഡ്സ്. കോർട്ടെക്സ് ഉണ്ടാക്കുന്ന കോർട്ടിക്കോയിഡ്സ് ഏതൊക്കെ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറൽ കോർട്ടിക്കോയിഡ്, സെക്സ് കോർട്ടിക്കോയിഡ്. ദെൻ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസ് ഒരു ഇൻട്രസ്റ്റിംഗ് ഓർഗനാണ്. പാൻക്രിയാസിന് 2 പാർട്ടുണ്ട്. എക്സോക്രൈൻ പാർട്ട് എന്തിനെ ഉണ്ടാക്കും? ഡൈജസ്റ്റീവ് ഹോർമോൺസിനെ ഉണ്ടാക്കും. ആൻഡ് എൻഡോക്രൈൻ പാർട്ട് 2 തരത്തിലുള്ള സെല്ലുണ്ട്. ആൽഫ സെല്ലുണ്ട്, ബീറ്റ സെല്ലുണ്ട്. ഇനി പാൻക്രിയാസിൽ കൂടുതലുള്ളത് എൻഡോക്രൈൻ ആണോ അതോ എക്സോക്രൈൻ ആണോ? കൂടുതലുള്ളത് എൻഡോക്രൈൻ ആണോ എക്സോക്രൈൻ ആണോ? കൂടുതലുള്ളത് എക്സോക്രൈൻ ആണ്. എൻഡോക്രൈൻ ഇച്ചിരിയേ ഉള്ളൂ. അതിനെ കണ്ടെത്തിയത് ലാംഗ്രഹാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ വി കോൾ ഇറ്റ് ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻ. ഐലറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വീപ്. സോ ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻ. സി ഓഫ് എക്സോക്രൈനിൽ ചെറിയ ഐലറ്റ്സ് പോലെ എന്തുണ്ട്? ഐലൻഡ് പോലെ എന്തുണ്ട്? ഈ പറയുന്ന എൻഡോക്രൈൻ പോർഷൻ ഉണ്ട്. 1 to 2% ഉള്ളൂ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. പാൻക്രിയാസ് ഈസ് നോൺ ആസ് ഡാഷ് ഗ്ലാൻഡ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എൻഡോക്രൈനും ഉണ്ട്, അതേപോലെ തന്നെ എക്സോക്രൈനും ഉണ്ട്. എൻഡോക്രൈനും എക്സോക്രൈനും ഉള്ളത് കൊണ്ട് പാൻക്രിയാസിനെ എന്തോ ഒരു ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്, എന്തോ ഒരു ക്രൈൻ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ എച്ച്. ഇത്ര ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് വിത്ത് ലെറ്റർ എച്ച്. അത് എന്ത് ഗ്ലാൻഡ് ആണെന്ന് എന്നോട് പറഞ്ഞു തരണം, കമന്റ്സിൽ പറഞ്ഞു തരണം. വി വിൽ സി ആർക്കാ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഇസ് നോൺ ആസ് ഡാഷ് ഗ്ലാൻഡ്. ഓക്കെ. പാൻക്രിയാസിൽ ആൽഫ സെൽ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോഗോണയാണ്. ഗ്ലൂക്കോഗോൺ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തലയിറങ്ങി വീഴാത്തതിന്റെ കാരണം നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ. കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞ എന്ത് പറ്റും? ബ്ലഡ് ഷുഗർ കുറയത്തില്ല, ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും. ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നതിനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ആ രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. നമ്മൾ നേരത്തെ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് പഠിച്ചില്ലേ? അത് ഏത് ഹോർമോൺ കുറയുന്ന? ADH കുറയുന്നതാണെങ്കിൽ മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹോർമോൺ കുറയുന്നതാണ്? ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെല്ല് പോകുമ്പോൾ ഇൻസുലിന്റെ അളവ് കുറയും. അപ്പൊ ബ്ലഡ് ഷുഗർ കുറയില്ല. കുറയാത്ത ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നത് ഹൈപ്പർ ഗ്ലൈസീമിയ വിച്ച് ഈസ് കുറെ കാലം ഹൈപ്പർ ഗ്ലൈസീമിയ ആണെന്റെ അർത്ഥം നമുക്ക് ഏത് രോഗം വന്നു? ഡയബറ്റീസ് മെലിറ്റസ്. റീപ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഗൊണാഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് മെയിൽ ഗൊണാഡ് ടെസ്റ്റിസ്, ഫീമെയിൽ ഗൊണാഡ് ഓവറി. ടെസ്റ്റിസിലെ ഹോർമോൺ ഉണ്ടാക്കുന്ന സെല്ലിന്റെ പേരാണ് ലേഡിംഗ് സെല്ല്. അവരുണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റെറോൺ. സ്പേമിനെ ഉണ്ടാക്കും, മസിൽ ഗ്രോത്തിനെ സഹായിക്കും, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. കാരണം ഒരു 15, 16, 17 വയസ്സാകുമ്പോൾ സൗണ്ട് കുറച്ച് ബാസിയാവും, ഫേഷ്യൽ ഹെയറിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും മെയിൽസിൽ. ഫീമെയിൽ ഓവറി ഉണ്ടാക്കുന്ന 2 ഹോർമോൺ ഉണ്ട്. ഈസ്ട്രജന് ഉണ്ട്, അതേപോലെ തന്നെ അത് ഫീമെയിൽ സെക്കൻഡറി ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ പ്രോജെസ്ട്രോൺ മുഴുവൻ പേര് തന്നെ പ്രൊമോട്ട്. ജെസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി. സോ പ്രഗ്നൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ പ്രഗ്നൻസി ഹോർമോൺ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി ഹോർമോൺ എന്നും വിളിക്കുന്നുണ്ട്. Now we are getting into the most important part of this chapter. ഈ ഭാഗത്തുനിന്ന് ഈ 2 സ്ലൈഡ്, ഇനി ഈ സ്ലൈഡ് ഉണ്ട്, ഇതിന്റെ അപ്പുറത്തൊരു സ്ലൈഡ് കൂടി ഉണ്ട്. ഈ 2 സ്ലൈഡിൽ നിന്ന്
ഈ ഭാഗത്തു നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബിലിറ്റി ഇസ് വെരി ഹൈ, വെരി 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 ഹൈ, വെരി വെരി ഹൈ. സോ അത്ര ഇമ്പോർട്ടന്റ് ആണ് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഹോർമോൺസ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്, മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺസും ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഹോർമോൺസും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ത് ഹോർമോൺസിനെ പറ്റിയാണ്? മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺസിനെ പറ്റിയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ഏത് ഹോർമോൺസിനെ പറ്റിയാണ്? മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺസിനെ പറ്റിയാണ്. മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺസ്. മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺസ് ആർ പ്രോട്ടീൻ ഹോർമോൺസോ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഹോർമോൺസോ ആണ് പൊതുവെ. പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് പൊതുവെ. ഈ പ്രോട്ടീന് സെൽ മെംബ്രെയിൻ കടന്ന് ഉള്ളിൽ പോകാൻ പറ്റൂല. ഹോർമോൺ ആക്ട് ചെയ്യേണ്ട ടാർഗറ്റ്സ് ഇല്ല, പക്ഷെ ടാർഗറ്റ് സെല്ലിന് ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. അവിടെ ഒരു തടസ്സമുണ്ട്. അവിടെ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ് ലെയർ അതിനെ തടയും. സോ ദിസ് ഹോർമോൺ, ഐ ആം എ പെപ്റ്റൈഡ് ഹോർമോൺ, ഐ എം എ പ്രോട്ടീൻ ഹോർമോൺ, ഐ കനോട്ട് ഗോ ഇൻസൈഡ്. എനിക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആര് തടഞ്ഞു? മെംബ്രെയിൻ തടഞ്ഞു. ഏത് മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് FSH. FSH ആക്ട് ചെയ്യുന്നത് ഓവേറിയൻ ഫോളിക്കിളാണ്. അവിടെയുള്ള സെൽ മെംബ്രെയിൻ അതിനെ തടഞ്ഞുകൊണ്ട് ഇവരൊരു റെസ്പോൺസ് ഉണ്ടാക്കും. ഇവരുണ്ടാക്കുന്ന റെസ്പോൺസിന്റെ പേരാണ് അവിടെയുള്ള റിസെപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് റെസ്പോൺസിന്റെ കാരണം. സോ ഹോർമോൺ മെംബ്രെയിനിൽ ഇരിക്കുന്ന റിസെപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്തു. അതുകൊണ്ട് അതിനെ എന്ത് ഹോർമോൺ എന്ന് വിളിച്ചേ? മെംബ്രെയിൻ ബൗണ്ട് ഹോർമോൺ. ഇതിന്റെ റിസെപ്റ്റർ ഇരിക്കുന്ന മെംബ്രെയിനിലാണ്, വേറെ അർത്ഥമൊന്നുമില്ല. ഇതിന്റെ റിസെപ്റ്റർ ഇരിക്കുന്നത് മെംബ്രെയിനിലാണ്. അതുകൊണ്ട് അതിനെ വിളിച്ച പേരാണ് മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ ഹോർമോൺ. സിമ്പിൾ. വിച്ച് ആർ പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഹോർമോൺ. എക്സാമ്പിൾ FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്ററി ഹോർമോൺ. സോ FSH മെംബ്രെയിനിൽ വരുന്നു, മെംബ്രെയിൻ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ആദ്യത്തെ റെസ്പോൺസ് ഈസ് പ്രൈമറി റെസ്പോൺസ് ഓർ റെസ്പോൺസ് 1. ഇതിന്റെ കാരണമായിട്ട് സെല്ലിനുള്ളിൽ സൈക്ലിക് AMP, കാൽസ്യം, ഇനിയും ചിലപ്പോൾ അതർ കേസസിൽ ഏത് കൂടി വരാം? IP3, ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് കൂടി വരാം. ഇതിൽ ഏതെങ്കിലും ഒരാൾ വരുന്നു. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് മെസ്സഞ്ചർ. കാരണം ഹോർമോൺ ആണല്ലോ ഫസ്റ്റ് മെസ്സഞ്ചർ. ഹോർമോൺ ആണ് മെയിൻ മെസ്സഞ്ചർ. സോ ദീസ് ആർ സെക്കൻഡ് മെസ്സഞ്ചർ. ഹോർമോൺ വരുന്നു, മെംബ്രെയിൻ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു, ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന പ്രൈമറി റെസ്പോൺസ്. അതോടുകൂടി സെല്ലിന്റെ ഉള്ളിൽ സൈക്ലിക് AMP, കാൽസ്യം അല്ലെങ്കിൽ മറ്റ് കേസിലാണെങ്കിൽ IP3 ഉണ്ടാവുന്നു. അവർ കെമിക്കൽസ് ആണല്ലോ. കെമിക്കൽ ഒരു ബയോ കെമിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ടിഷ്യൂ വളരുന്നു അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. സോ ഇവിടെ നിന്ന് മെയിൻലി ഓർക്കേണ്ട കാര്യം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാക്കുന്നു. മെംബ്രെയിനിലാണ് റിസെപ്റ്റർ ഇരിക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹോർമോൺ വന്ന് മെംബ്രെയിനിൽ ഇരിക്കുന്ന റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു, ഉള്ളിൽ കടക്കത്തില്ല. പ്രൈമറി റെസ്പോൺസ്. സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ഈ എക്സാമ്പിൾ രണ്ടുപേരെ കാണിച്ചത്, ദാറ്റ് സൈക്ലിക് AMPയും അതേപോലെ തന്നെ കാൽസ്യം. ഇൻ അനദർ കേസസ് നമുക്ക് ആരെയും പറയാം? IP3, ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റിനെയും പറയാം. അവർ സെല്ലിന്റെ ഉള്ളിലേക്ക് ഒരു ബയോകെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. അത് കാരണം ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഹോർമോൺസ്. ഇവർ സ്റ്റീറോയിഡ് ഹോർമോൺസോ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ എൻറ്റർ ദ സെൽ. അവർക്ക് സെല്ലിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ ദ സെൽ, സെല്ലിന്റെ ഉള്ളിലേക്ക് വരാൻ പറ്റും. സെല്ലിന്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവരുടെ റിസപ്റ്റർ ഇരിക്കുന്ന സെല്ലിന്റെ ഉള്ളിലാണ്. സെല്ലിന്റെ ഉള്ളിലായതുകൊണ്ട് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ. ഇവർ റിസപ്റ്ററായിട്ട് ചേർന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. അത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഉണ്ടല്ലോ, DNA ജീനോം. DNA ആദ്യം mRNA ഉണ്ടാക്കുന്നു, mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. DNA mRNA ഉണ്ടാക്കുന്നു, mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ എക്സ്പ്രഷൻ. അപ്പൊ ഇവരെന്തിനെ കൺട്രോൾ ചെയ്യുന്നു? ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോർമോണിന്റെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നു. അതുവഴി ഉണ്ടാവുന്ന പ്രോട്ടീൻസ് അവിടെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. സോ ഇവിടെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഇല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹോർമോൺ നേരെ എൻ്റർ ചെയ്യാൻ പറ്റും, വിച്ച് ആർ സ്റ്റീറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ്. ദേ ആർ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഹോർമോൺസ് ആണ്. അവർ ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ട് അവർ ജീനോമിലുള്ള DNA നിന്ന് mRNA ഉണ്ടാക്കുന്നു, mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, പ്രോട്ടീൻ എന്തെങ്കിലുമൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. DNA mRNA പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഈസ് എ എന്ത് ചേഞ്ച്? ഇറ്റ് is a gene expression change. So with that we complete this chapter. Thank you. Have a nice day. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. As always എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ can always ask in the comments. ഞാൻ അത് ക്ലിയർ ആയിട്ട് റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ ബെസ്റ്റ് വിഷസ്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ശരി ഉത്തരം കറക്റ്റ് ആയിട്ട് കമന്റ്സിൽ കൊടുക്കുക. സോ ബൈ.